എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വളരെ അവിചാരിതമായിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഷോർട്ട് വീഡിയോ കണ്ടതിൽ നിന്നാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നുള്ള ആ ഒരു ആഗ്രഹം തോന്നിയത്. അപ്പോൾ ഈ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, പലരും കണ്ടിട്ടുണ്ടാവും. എന്നാലും കാണാതെയുള്ള ചില ആളുകളെങ്കിലും കാണും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണെന്ന് കൂട്ടിക്കോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരുന്ന് കാണുന്നവരുണ്ടെങ്കിലും പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തേക്കണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അത് എന്ത് തന്നെയാണെങ്കിലും, നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും നിങ്ങൾ ചാനലിൽ വന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. പക്ഷേ തെറി മാത്രം വിളിക്കരുത് എന്നൊരു അപേക്ഷ കൂടിയുണ്ട്. കാരണം നമ്മുടെ ഈ ഒരു ചാനൽ എന്ന് പറയുമ്പോൾ അതിപ്പോൾ എൻ്റേതായാലും മറ്റൊരാളുടേതായാലും പലരും കാണുന്നതല്ലേ. കുട്ടികൾ കാണുന്നവരുണ്ടാവും, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ കാണുന്നവരുണ്ടാവും. അപ്പോൾ അത്തരക്കാർക്കൊക്കെ ഈ ഒരു തെറിയൊക്കെ കിടക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത ജാള്യത തോന്നും. പ്രത്യേകിച്ചും എനിക്കും തെറിയൊക്കെ വന്ന് കമൻറ്റ് ചെയ്താൽ വലിയ വിഷമാവും. പക്ഷേ എൻ്റെ ഒരു ചാനലിൽ ഇതുവരെ അങ്ങനെ ആരും ചെയ്തിട്ടില്ല എന്നൊരു ആശ്വാസം കൂടി എനിക്കുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് പറഞ്ഞ് ഒരുപാട് നീട്ടുന്നില്ല. കാര്യം ഞാൻ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാം. മറ്റൊന്നുമല്ല, നമ്മൾ ഓരോരുത്തർക്കും അതായത് ചോര കുഞ്ഞുങ്ങൾക്ക് വരെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുന്നതിന് മുമ്പ് ഒരു ഇഞ്ചക്ഷൻ കിട്ടാതിരുന്നിട്ടില്ല. കുട്ടിപ്രായം തൊട്ടേ ഉള്ളതാണ് ഇഞ്ചക്ഷൻ എടുക്കുക എന്ന് പറയുന്നത്. 10-15 വയസ്സ് വരെ കുട്ടികൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് പല ടൈപ്പിലുള്ള ഇഞ്ചക്ഷനുകളും പോളിയോകളും തുള്ളിമരുന്നുകളും എല്ലാം ചെയ്യാറുണ്ട് ഇല്ലേ. കുട്ടി പ്രായത്തിൽ തന്നെ ഇഞ്ചക്ഷൻ ചെയ്യാറുണ്ട് കുഞ്ഞുങ്ങൾക്ക്. അതുപോലെ അസുഖങ്ങളൊക്കെ വരുമ്പോഴും ചെയ്യാറുണ്ട് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുരുന്നു പ്രായത്തിലേ തൊട്ടേ നമുക്ക് ചെയ്യുന്നൊരു കാര്യമാണ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. എൻ്റെ പൊന്നെ, ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ പേരിൽ ആളുകൾ കാണിക്കുന്ന ഓവർ അഭിനയം എന്ന് വേണമെങ്കിൽ പറയാം. എത്രയാണെന്ന് എനിക്കറിയില്ല. ഇന്നോളം ഈ ലോകത്ത് ഇത്രയും ഒരു ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ പേരിൽ ഒരു സ്ത്രീ കിടന്ന് കാണിക്കുന്ന ഒരു പരാക്രമം, അല്ലെങ്കിൽ ഒരു സ്ത്രീ കിടന്ന് കാണിക്കുന്ന ഓവർ ആക്ടിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ, പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇത് പറയുമ്പോൾ കുറേ എണ്ണം വന്നിട്ട് കരയും, ചാനലിൻ്റെ അടി വന്നിട്ട് പറയും, നിനക്കെന്താ തള്ളേ, നിനക്കെന്താ അമ്മച്ചി അവരോട് ഇത്ര കുശുമ്പ്, നിനക്കെന്താ ഇവരോട് ഇത്ര അസൂയ എന്നൊക്കെ പറയും. അത്തരത്തിൽ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, നിങ്ങളൊക്കെ സീരിയലൊക്കെ കണ്ട് ഇവർക്കൊക്കെ അഡിക്റ്റ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്കൊക്കെ ഇവരെയൊക്കെ പറയുമ്പോൾ ഇങ്ങനെ വിഷമമൊക്കെ തോന്നുന്നത്. പക്ഷേ നമ്മൾ പറയുന്നത് സത്യസന്ധമായ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അതായത് നമ്മുടെ ഒരു പ്രിയപ്പെട്ട സീരിയൽ നടിയാണ് കേട്ടോ. അവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളവരാണ്. ഞാൻ ആദ്യമേ ഒരു ക്ലൂ തരാം അവർ ആരാണെന്നുള്ളതിന്. അവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അവരാദ്യം വിവാഹം കഴിച്ചതിൽ അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അതിലൊരു കുഞ്ഞിന് 10-18 വയസ്സാവാറായിട്ടുണ്ട്. ഇപ്പോൾ ആയിട്ടുണ്ടായിരിക്കും, 18 വയസ്സ് പൂർത്തിയായി കാണണം. അപ്പോൾ അതിന് ശേഷം അവർ കുറേ നാൾ സിംഗിൾ മദറായിരുന്നു. 2 കുട്ടികളുണ്ട് കേട്ടോ അവർക്ക്. അതിനൊക്കെ ശേഷം ഇപ്പോൾ അവർ അറിയപ്പെടുന്ന ഒരു വ്യക്തിയെ വിവാഹം കഴിച്ചു. വ്യക്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹം സീരിയൽ ആക്ടറാണ്, ഡബ്ബിങ് കൈകാര്യം ചെയ്യുന്ന ആളാണ്. അതുപോലെ റേഡിയോ ജോക്കി ആയിരുന്നു. അങ്ങനെ പല മേഖലകളിലും തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. പിന്നീട് നമ്മളിപ്പോൾ ഒരുപാട് ഇഷ്ടത്തോട് കാണുന്ന പത്തരമാറ്റ് എന്ന് പറയുന്ന ആ ഒരു സീരിയലിലെ മെയിൻ കഥാപാത്രം കൈകാര്യം ചെയ്യുന്ന ആൾ കൂടിയാണ് നമ്മുടെ മൂർത്തി മുത്തശ്ശൻ. എപ്പോഴും ഇങ്ങനെ നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞ് നാവിലിപ്പോൾ അങ്ങനെ വരുന്നുള്ളൂ. ചുമ്മാ കുട്ടികളുടെ അടുത്തൊക്കെ അങ്ങനെ പറഞ്ഞ് അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. മൂർത്തി മുത്തശ്ശൻ കേട്ടോ. അപ്പോൾ ആ ഒരു മൂർത്തി മുത്തശ്ശൻ്റെ വൈഫാണ് താരം. അപ്പോൾ ഈ ഒരു വീഡിയോ പലരും കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ കണ്ടാലും കണ്ടില്ലെങ്കിലും ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഇതിനകത്തിട്ടിരിക്കുന്ന വോയിസൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. കാരണം വോയിസും കൂടെ കിടന്നാൽ കോപ്പിറൈറ്റും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇവരൊക്കെ ഒരു ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ പേരിൽ പാവം സ്ത്രീ കിടന്ന് വിലപിക്കുകയാണ്, കിടന്ന് പൊളയുകയാണ് വേദന എടുത്തിട്ട്. ഒരു ഇഞ്ചക്ഷൻ സഹിക്കാൻ പറ്റണില്ലേ അവർക്ക്. ഒന്ന് കണ്ടു നോക്കൂ.
അയ്യോ പതുക്കെ 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 കുത്തു, പതുക്കെ കുത്തു. എൻ്റെ പൊന്നേ, ഓ സഹിക്കാൻ പറ്റുന്നില്ല. പ്രസവ വേദനയെക്കാളും കഷ്ടമാണ്. അത് ഏതാണോ എന്തോ ആ സിസ്റ്റർ, ആ ഇഞ്ചക്ഷൻ എടുക്കുന്ന സിസ്റ്ററെ പിടിച്ചുകൊണ്ട് വന്ന് നല്ല രീതിയിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ പഠിപ്പിക്കണം കേട്ടോ. അവർക്കെതിരെ കേസ് കൊടുക്കണം. ഇങ്ങനെ ഒരു കുത്തിനോയിപ്പുണ്ടോ കണ്ടോ? അയ്യോ കഷ്ടം കഷ്ടം. 2 പ്രസവിച്ചപ്പോൾ പോലും ഇവർക്ക് ഇത്രയേറെ വേദന അനുഭവിച്ചിട്ടില്ല. ഓഹ് തല തല്ലിയാണ്. കൈയെടുത്തിട്ടടിക്കുന്നു, കാലെടുത്തിട്ടടിക്കുന്നു, തല തല്ലുന്നു. ഓ സഹിക്കാൻ പറ്റുന്നില്ല. കണ്ടില്ലേ കണ്ടില്ലേ, ആ കുത്തി ഇറക്കുകയാണ്. അയ്യോ സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ പൊന്നോ. നിങ്ങൾ നോക്കൂ കാണൂ. സ്വന്തം മകളാണ് തിരിഞ്ഞിരുന്ന് ചിരിക്കുന്നത്. ആ കുട്ടിക്ക് വരെ അത് കണ്ടിട്ട് വളരെ ഓവർ ആക്ടിങ് ആയിട്ട് ആ കുട്ടിക്ക് വരെ ഫീൽ ചെയ്തു. നിങ്ങൾ ആ കുട്ടിയുടെ ആ ഒരു എന്താണ് ആ കുട്ടിയുടെ മുഖഭാവം ഒന്ന് നോക്കൂ പ്ലീസ്. അവരുടെ സ്വന്തം മകളാണ്. നോക്കൂ, കുഞ്ഞിന് എന്നെ ചിരി വരികയാണ് ഇതൊക്കെ കണ്ടിട്ട്. നോക്കൂ അവളുടെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ നോക്കൂ. ഒരു കുത്തി വയ്ക്കുന്നു, തല തല്ലുന്നു. അയ്യോ പാവം, പാവോടാ തല തല്ലുന്നു. ആ കുഞ്ഞിരുന്ന് ചിരിക്കുന്നു. കുഞ്ഞിന് എന്നെ നാണക്കേടായിട്ട് തോന്നുന്നു. എൻ്റെ അമ്മ ഇതെന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഈ സ്ത്രീ ഇത്രയ്ക്ക് ഒരു ഇഞ്ചക്ഷൻ താങ്ങാൻ ശേഷിയില്ലാത്ത ഈ സ്ത്രീ എങ്ങനെയാണ് ആ 2 കുട്ടികളെ പ്രസവിച്ചത് എന്ന് ഞാൻ ഓർക്കുകയാണ്. കാരണം എന്തായാലും ഇപ്പോൾ ഇവർക്ക് ഇത്ര ഏജ് ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനും ഇപ്പോൾ അതായത് ഒരു 19 വർഷത്തിനപ്പുറത്തായിരിക്കും, അല്ലെങ്കിൽ 18 19 വർഷത്തിനപ്പുറത്തായിരിക്കും ഇവരെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞത്. അതിനുശേഷം സെക്കൻഡ് ഡെലിവറി. ഈ 2 ഡെലിവറിയും കുറച്ച് ഇളം പ്രായത്തിൽ ചെയ്ത ഇവർക്ക് ഇപ്പോൾ ഈ ഒരു ഇഞ്ചക്ഷൻ വയ്ക്കുമ്പോൾ ഇത്രയേറെ അഭിനയിക്കേണ്ട കാര്യം എന്താണ്? നോക്ക്, അയ്യോ ഇത്രയ്ക്ക്, എൻ്റെ പൊന്നോ, വല്ലാത്ത അഭിനയം തന്നെ എൻ്റെ പൊന്നടാവേ, പറയാണ്ടിരിക്കാൻ വയ്യ. ഇത്രയൊക്കെ അഭിനയിച്ച് മറിക്കണോ? കൊള്ളാം. ഇത്ര ഒരു ഇഞ്ചക്ഷനെ ഇങ്ങനെ പേടിക്കുന്ന ഒരു സ്ത്രീ, ഈ ഒരു ഇഞ്ചക്ഷൻ്റെ ഒരു ഉറുമ്പ് കടിക്കുന്ന ഒരു വേദനയിലുള്ള ഒരു ഇഞ്ചക്ഷനെ പേടിക്കുന്ന ഈ സ്ത്രീ എങ്ങനെ 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു എന്ന് ഓർക്കുമ്പോൾ എനിക്ക് അറിയില്ല. ഡെലിവറി, സ്റ്റിച്ചിങ്, പിന്നെ അതുപോലെ തന്നെ എന്താണ് എന്തെല്ലാം കാര്യങ്ങൾ, കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഇവർ സഹിക്കുന്നു എന്തോ. അയ്യോ പാവം. എന്തായാലും ഇങ്ങനെ ആ ഒരു സിസ്റ്ററോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വരുന്ന ആരെയും ഇങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്ത് കൊല്ലരുത് കേട്ടോ. കൊല്ലരുതെന്നല്ല, കൊല്ലരുതെന്നല്ല, വേദനിപ്പിച്ച് കൊല്ലരുത് കേട്ടോ. എനിക്ക് പറഞ്ഞപ്പോൾ എൻ്റെ നാവൊന്ന് ഉളുക്കിയതാണ്. അതിൽ കയറി പിടിക്കാനായിട്ട് ആരും നിൽക്കേണ്ട. ഇങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്ത് വേദനിപ്പിച്ച് കൊല്ലരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കണ്ടില്ലേ എത്രയേറെ വേദനകൾ അവരിങ്ങനെ കടിച്ചമർത്തിയാണ്. താങ്ങാൻ പറ്റുന്നില്ല കേട്ടോ. ഇങ്ങനെ കുത്തി പറിക്കരുത് കേട്ടോ. പച്ച ജീവനാണ്. ഒരു കുത്തുന്നതിനൊരു മയത്തിലൊക്കെ കുത്തൻ്റെ സിസ്റ്ററെ. നോക്കൂ. അയ്യോ പറ്റുന്നില്ല, താങ്ങാനേ പറ്റുന്നില്ല. ഇതിനൊക്കെ പിന്നെ എന്താ പറയുക? നോക്ക്, ആ സിസ്റ്ററിന് എന്നെ സത്യം പറഞ്ഞാൽ നാണമാവുന്നുണ്ട് കേട്ടോ അവരെ കുത്തുന്നതിൽ. അവർക്ക് എന്നെ നാണക്കേട് തോന്നുകയാണ്. കാരണം ഇവരുടെ ഈ ഓവർ ആക്ടിങ് കാരണം. കണ്ടില്ലേ, ഇവർ ലൈഫിലൊക്കെ ഇത്രയും ഓവർ ആക്ടിങ് ആണെങ്കിൽ, ലൈഫിൽ ഇത്രയും ഓവർ ആക്ടിങ് കാണിക്കുന്ന ഇവർ സീരിയലിൽ കാണിക്കുന്നതിന് കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കണ്ടില്ലേ, ഇതാണ് ഇവരുടെ ശരിക്കുള്ള ജീവിതത്തിൽ ഇവർ കാണിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ പിന്നെ സീരിയലിൽ വന്നിട്ട് കണ്ണും കവളും ഒക്കെ ഇങ്ങനെയൊക്കെ ആക്കി അഭിനയിക്കുന്നതിൽ ഒരു കുറ്റവും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, അടിപൊളി. നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് വേദന സഹിക്കുന്ന ആളിനുള്ള എന്താണ് നല്ല വല്ല അവാർഡും ഉണ്ടെങ്കിൽ തരണം കേട്ടോ. ഇത്രയേറെ വേദന സഹിക്കുന്ന ഒരു സ്ത്രീകളെയും ഞാൻ എൻ്റെ ജന്മത്തെ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് 2 പ്രസവിച്ചിട്ടും ഒരു സൂചിയെ അല്ലെങ്കിൽ ഒരു കുട്ടി ഇഞ്ചക്ഷനെ ഇങ്ങനെ ഭയക്കുന്ന ഒരാളെ, ഇത്രയും വേദന സഹിക്കത്തളെ, ഇങ്ങനെയൊക്കെ നമ്മൾ ചെറിയൊരു മുറിവോ എന്തെങ്കിലും വരുമ്പോൾ നമ്മളിങ്ങനെ കിടന്ന് ബഹളം വയ്ക്കുക കരയുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അമ്മയും അമ്മമ്മയൊക്കെ പറയുന്നൊരു വാക്കുണ്ട്, അയ്യോ ആ മുറിവിൽ കൂടെ ഇപ്പോൾ കുടലിറങ്ങി വരുമെന്ന്. എനിക്ക് ഇവരുടെ ഈ ഒരു എക്സ്പ്രഷൻ കണ്ടപ്പോൾ എനിക്കതാണ് പറയാൻ തോന്നുന്നത്. അയ്യോ ആ ഒരു ഇഞ്ചക്ഷൻ വെച്ച ഹോളിൽ കൂടെ ഇപ്പോൾ കുടൽ പുറത്ത് വരും. എന്താ അല്ലേ?
ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. എന്തായാലും ഈ പാവപ്പെട്ട സഹോദരിക്ക് ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന വേദനയെങ്കിലും താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഈശ്വരൻ കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. അതിന് എന്തെങ്കിലും ഇനി പ്രത്യേക നേർച്ചകൾ വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ അന്വേഷിച്ചിട്ട് ചെയ്യാം. കാരണം ഒരു സഹോദരി ഇങ്ങനെ ഒരു കുട്ടി ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോലും താങ്ങാൻ പറ്റാതെ ഇങ്ങനെ കിടന്ന് പൊളയുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്ത് എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു നേർച്ചയൊക്കെ ഇട്ട് അവരുടെ ഈ വേദനയ്ക്ക് ഒരു ശമനം കൊടുക്കാൻ, അല്ലെങ്കിൽ ഭാവിയിൽ വീണ്ടും പനിയോ എന്തെങ്കിലും വരുമ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുക ട്രിപ്പ് ഇടുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു വേദന സഹിക്കാനാവാതെ ഇതുപോലെ കിടന്ന് തേങ്ങി കരയേണ്ട അവസരം ഉണ്ടായാലോ. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉടനെ ചെയ്യണം. അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് കൂട്ടത്തോടുകൂടി എല്ലാവർക്കും കൂടി ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ ഒരു പ്രിയപ്പെട്ട സഹോദരിക്ക് വേദന താങ്ങാനുള്ള കരുത്ത് കൊടുക്കണേ ജഗദീശ്വര എന്ന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.